കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് വരാനിരിക്കുന്ന ആഗസ്റ്റ് 15-ാം തീയതി മുതൽ തുടക്കമാകുന്നത്. ജനങ്ങളുടെ സുരക്ഷയും സേവനവും മുൻനിർത്തി സംസ്ഥാന പോലീസ് സേനയിൽ അടിമുടി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനം അങ്ങേയറ്റം പ്രശംസനീയമാണ്. കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരുമായി വിശദമായ കൂടിയാലോചനകൾ നടത്തി തികച്ചും പ്രായോഗികമായ രീതിയിലാണ് ഈ പരിഷ്കാരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആഗസ്റ്റ് 15 മുതൽ നവീകരിച്ച കൂടുതൽ കാര്യക്ഷമതയുള്ള ഒരു പോലീസ് സേനയായിരിക്കും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കാണാൻ സാധിക്കുകയെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജനപ്രിയവും ശക്തവുമായ നിരവധി ഇടപെടലുകളാണ് നടത്തിയത്. ലഹരി മാഫിയകൾക്കെതിരെ അദ്ദേഹം നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ, അഴിമതി തുടച്ചു നീക്കാനായി കൊണ്ടുവന്ന വിജിലൻസ് മാനുവൽ പരിഷ്കരണം എന്നിവ വലിയ രീതിയിൽ ഹിറ്റാവുകയും ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളെ വെറും തടവറകളോ ഭയപ്പെടുത്തുന്ന കേന്ദ്രങ്ങളോ അല്ലാതെ യഥാർത്ഥ ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ അദ്ദേഹം നടപടി കൈക്കൊള്ളുന്നത്. സ്റ്റേഷനിലെത്തുന്ന സാധാരണക്കാരന് സമയബന്ധിതമായി പരമാവധി സേവനം ലഭ്യമാക്കുന്നതിനൊപ്പം പോലീസുകാരുടെ ഭാഗത്തു നിന്ന് മാന്യമായ പെരുമാറ്റം ഉറപ്പാക്കുക എന്നതുമാണ് ഈ പുതിയ പരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇവിടെയാണ് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തുണ്ടായ കടുത്ത അനാസ്ഥയും ദീർഘവീക്ഷണവുമില്ലായ്മയും ചർച്ച ചെയ്യപ്പെടേണ്ടത്. മുന്നിടത് സർക്കാരിന്റെ കാലത്ത് യാതൊരുവിധ പ്രായോഗിക പഠനങ്ങളുമില്ലാതെ ഇൻസ്പെക്ടർമാരെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരാക്കി നിയമിച്ച നടപടി വലിയ പരാജയമായിരുന്നു. വലിയ ഉദ്യോഗസ്ഥരെ ചെറിയ ചുമതലകളിൽ തളച്ചിടുകയും കേസ് അന്വേഷണങ്ങളെ ബാധിക്കുകയും ചെയ്ത ആ മുൻകാല തെറ്റായ നയമാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ തിരുത്തുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ അശാസ്ത്രീയമായ അത്തരം നടപടികൾ പോലീസിന്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ചിരുന്നു. എന്നാൽ DGP റവാഡ ചന്ദ്രശേഖർ നൽകിയ കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭരണപരമായ പാളിച്ചകൾ പരിഹരിക്കാൻ ഈ സർക്കാർ തയ്യാറായിരിക്കുകയാണ്. കൂടുതൽ കേസുകളുള്ള 64 സുപ്രധാന സ്റ്റേഷനുകളിലൊഴികെ ബാക്കി എല്ലാ സ്റ്റേഷനുകളിലും ആഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ചുമതല വീണ്ടും SI-മാർക്ക് നൽകുന്നത് വഴി ഭരണപരമായ വികേന്ദ്രീകരണമാണ് നടപ്പിലാക്കുന്നത്. ഈ 64 സ്റ്റേഷനുകളിൽ മാത്രം CI-മാർ SHO-മാരായി തുടരും. പോലീസിനെ കൂടുതൽ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗസ്റ്റ് 15ഓടെ എല്ലാ സ്റ്റേഷനുകളും വൃത്തിയാക്കി ഒരേ നിറം നൽകാൻ നിർദ്ദേശിച്ച ആഭ്യന്തരമന്ത്രിയുടെ നടപടി സേനയ്ക്ക് പുതിയൊരു മുഖച്ഛായ നൽകും. പോലീസിനെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം ഏർപ്പെടുത്തുക മാത്രമല്ല, അത്തരം പരാതികളിലെ പരിഹാര നടപടികളിൽ കൃത്യമായ ഓഡിറ്റ് നടത്താനും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള സുതാര്യത വർദ്ധിപ്പിക്കും. പുതിയ പരിഷ്കാരം വരുന്നതോടെ CI-മാർക്ക് 3 സ്റ്റേഷനുകളുടെ മേൽനോട്ട ചുമതല നൽകുകയും DYSP-മാർക്ക് കൂടുതൽ സ്റ്റേഷനുകളുടെ ചുമതല ലഭിക്കുകയും ചെയ്യും. SHO-മാർ മുതൽ മുകൾ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഉൾപ്പെടുന്ന നിലവിലെ ഘടനയിൽ വലിയ അഴിച്ചുപണിയാണ് ആഭ്യന്തരമന്ത്രി നടത്തുന്നത്. ഇതിനായി ഉന്നതതല യോഗം വിളിച്ച് അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. സ്റ്റേഷൻ ചുമതലകളിൽ നിന്ന് മാറ്റപ്പെടുന്ന CI-മാരുടെ സേവനം ക്രൈംബ്രാഞ്ച്, ഇന്റലിജൻസ് തുടങ്ങിയ വിഭാഗങ്ങളിലേക്ക് മാറ്റി അവയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. ഇതിനു മുന്നോടിയായി ക്രൈംബ്രാഞ്ച് IG-മാരുടെ ചുമതലകൾ ഇതിനകം വിഭജിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ LDF ഭരണകാലത്ത് തകർന്നടിഞ്ഞ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളും കേസ് അന്വേഷണ രീതികളും ശാസ്ത്രീയമായി മെച്ചപ്പെടുത്തുന്ന ഉജ്ജ്വലമായ നടപടികളാണ് ഈ പുതിയ പരിഷ്കാരത്തിലൂടെ രമേശ് ചെന്നിത്തല നടപ്പിലാക്കുന്നത്. ഇത് കേരള പോലീസിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറും.